ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബി സി എം വലിയല്ല, സി എം വലിയുള്ള എന്നുള്ള പേരിലാണ് മഷ്ഹൂർ. അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വലിയ മഹാനാണ്, അത്രയും വലിയ മഹാനാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ, കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ, അല്ലാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ബദരീങ്ങളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ശുഹദാ ഉഹദിന്റെ അർവാഹുകളെ ഏൽപ്പിക്കുന്നു. എത്രയാണ് ബദരീങ്ങളെ പേര് പറയുന്ന ആളുകളെ ആക്രമിക്കാൻ വരുമ്പോ പേടിച്ച് ഓടിപ്പോയ സംഭവങ്ങൾ എത്രയുണ്ട്. അൽഹംദുലില്ലാഹ്. ബദരീങ്ങൾ, വഹദീങ്ങൾ, അതുപോലെയുള്ള സഹാബത്ത്, അപ്രകാരമുള്ള അതിനുശേഷമുള്ള ഔലിയാക്കൾ, ഈ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്.